തുടരും സിനിമയിലെ ജോർജ് സാറിൻ്റെ മുഖമാണ് കേരളത്തിലെ ചില പോലീസുകാർക്ക്. മനസാക്ഷി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൊടും ക്രിമിനലുകൾ, സാധുക്കളായ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന നരവേട്ടക്കാർ. കുന്നംകുളം സ്റ്റേഷനിലെ SI ആയിരുന്ന നുഹ്മാനും CPOമാരായ ശശിധരനും സന്ദീപും സജീവനുമൊക്കെ ജോർജ് സാറിൻ്റെ പുതിയ പതിപ്പാണ്. വെറും പോലീസുകാരല്ല, അവർ കാക്കിയിട്ട ഗുണ്ടകളാണ്. തൃശ്ശൂർ ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പട്ടിയെ തല്ലുന്നത് പോലെയാണ് ഇവർ തല്ലിച്ചതച്ചത്. ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ സുജിത്തിൻ്റെ കഴുത്തിലെയും കയ്യിലെയും രുദ്രാക്ഷമാല ഊരി വാങ്ങിയ ശേഷമായിരുന്നു മൂന്നാം മുറ പ്രയോഗം. ഇതും പോരാഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമമുണ്ടായി. 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുജിത്ത് നേരിട്ട കൊടിയ പീഡനത്തിൻ്റെ സത്യാവസ്ഥ പുറം ലോകം അറിഞ്ഞത്. പോലീസിൻ്റെ ഭീഷണിയെ ചോദ്യം ചെയ്തതിന് SIയും സംഘവും യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഏപ്രിൽ 5 കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണിത്. ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്ന സുജിത്തിന്റെ സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തി. ഇത് ചോദ്യം ചെയ്ത സുജിത്തിനെ അകാരണമായി SI നുഹ്മാൻ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിക്കുകയുമായിരുന്നു. CPOമാരായ ശശീന്ദ്രനും സന്ദീപും സജീവനും മർദ്ദിച്ചു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും പോലീസിനെ ഉപദ്രവിച്ചതായും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും കാട്ടി വ്യാജ FIR ചമച്ച് സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. പരിശോധനയിൽ സുജിത്തിന്റെ കേൾവിക്ക് തകരാർ സംഭവിച്ചതായും കണ്ടെത്തി. സുജിത്ത് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല. ഇതിനെതിരെ കോടതിയെ സമീപിച്ചു. കുന്നംകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശവും നൽകി. തുടർന്നാണ് മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സുജിത്ത് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നതും ദൃശ്യങ്ങൾ ലഭിച്ചതും. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് തന്നെ നടപടിയെടുത്തിരുന്നതായി തൃശൂർ റേഞ്ച് DIG പറഞ്ഞു. പോലീസുകാർക്കെതിരായ കേസ് പാർട്ടി നടത്തുമെന്ന് PC വിശ്വനാഥ് MLA പറഞ്ഞു. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനം. കേസിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് നിർണായക ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ന്യൂസ് 18 തൃശൂർ.